വത്സ കണ്ണാട്ടിലൂടെ മക ചീപ്പായിരിക്കുന്നു. മുതലാളി വിളിച്ചോ? പിന്നെ പാസഞ്ചേഴ്സിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? അയ്യോ, ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ഞാൻ ഇച്ചിരി ബിസിയാണ്. ആയിക്കോട്ടെ. ഇവിടെ ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് ഒന്ന് കൊടുക്കണേ. ഇദ്ദേഹം ബസിന്റെ മുതലാളിയാണ്. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് അശാനെ ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് പ്ലീസ്. വേണ്ട വേണ്ട, ആരും എണീക്കരുത്. പാസഞ്ചേഴ്സ് ഒറ്റ ആളും എണീക്കരുത് പ്ലീസ്. ആരും എണീക്കരുത്. നീ എന്താ പപ്പ ഈ കാണിക്കുന്നത്? പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായി എന്റെ സംതൃപ്തി. എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യവും ഉണ്ടാവാൻ പാടില്ല. ഓണർ ഒരു പുതിയ ടയർ ഒന്ന് വാങ്ങിട്ടൂടെ? വത്സ, ഹലോ, ഒന്നിറങ്ങണേ. സ്റ്റെപ്പിന് വരണം, കുറച്ച് ടൈം എടുക്കും. വീലിന്റെ കാറ്റ് പോയി. അയ്യേ, എന്താ വത്സ ഇത്? പുതിയ ഒരു ടയർ വാങ്ങിക്കാൻ പാടില്ലേ? പണം എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാനിപ്പോ ടയറിന്റെ പഞ്ചറിന്റെ അതെ, ഞങ്ങളുടെ കാശ് കിടത്തി. ഇപ്പൊ 5 മിനിറ്റ് 5 നിങ്ങൾ 50 മിനിറ്റ് എടുത്തോ. ഞങ്ങളുടെ കാശ് ഇത് ഏത് കുപ്പത്തൊട്ടിന്ന് പൊക്കിക്കൊണ്ടുവന്ന വണ്ടിയാണോ ആവോ? ഓടുമ്പോ കമ്പക്കെട്ടിന് തീ കൊടുത്ത പോലുള്ള ഒച്ചയും ബഹളും. ഇതുപോലത്തെ തല്ലിപ്പൊളി വണ്ടിയൊക്കെ കത്തിച്ചു കളയാ വേണ്ടത്. ഏത് ദരിദ്രവാസിയാണാവോ ഇതിന്റെ മുതലാളി? ഒരു ഓട്ടം ഓടിക്ക്. പോകുന്ന ആളാ ഇതിന്റെ മുതലാളി. അങ്കിൾ, ഈ പാട്ടവണ്ടി എന്ന് വെച്ചാ എന്താ? പാട്ടവണ്ടിയോ? പാട്ടവണ്ടി എന്ന് വെച്ചാൽ പാട്ട കൊണ്ടുണ്ടാക്കിയ വണ്ടി. വാട്ട് ഡു യു മീൻ ബൈ പാട്ട? പാട്ട മീൻസ് ഈ സ്മോൾ അലൂമിനിയം ബോക്സ് യു സീ ഇൻ കിച്ചൺ. പ്ലെന്റി ഓഫ് പാട്ട സ്മോൾ. അങ്കിളുടെ ബസ്സിനെ എന്റെ ഫ്രണ്ട്സ് ഇട്ടിക്കുന്ന പേരാ പാട്ടവണ്ടിന്ന്. ശരിക്കുള്ള മിനി പിടിയിട്ടില്ലെങ്കിലും കളിയാക്കാന്ന് മനസ്സിലായി. ഒരു ഭംഗിയില്ലാത്ത ബസ്. പ്ലീസ് അങ്കിൾ, ഇനി ഞങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽ ആ ബസ് ഓടിക്കരുത്. ഞാൻ വല്ലാണ്ട് ചമ്മിപ്പോയി. അതിലിത്ര ചമ്മാൻ എന്തിരിക്കുന്നു? ഈ കളിയാക്കുന്ന ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പ്ലെയിൻ ഹെലികോപ്റ്റർ ഉള്ള പോലെ. നോൺസെൻസ്. ബാബു, മൈൻഡ് യുവർ വേർഡ്സ്. ഐ ഡോണ്ട് കെയർ. യു സ്റ്റോപ്പ്. നോ. യെസ്. ആ ഡ്രൈവർ പെശകാന്ന് ഞാൻ പറഞ്ഞില്ലേ. വിസിലടിച്ചാൽ അയാൾ വണ്ടി നിർത്തൂല. അഥവാ നിർത്തിയാൽ തന്നെ റൈറ്റ് പറഞ്ഞിട്ടും കൊടുത്താണ്ട് വിടും ചെയ്യും. ആകാശത്തേക്ക് നോക്കിയിട്ടാണ് ബസ് ഹോട്ടല്. ലാസ്റ്റ് ട്രിപ്പ് കട്ടായി. വണ്ടി അതാ വർഷാപ്പ് കിടക്കണം. എന്തുപറ്റി? ആ പാണത്തൂർ ജംഗ്ഷനിലെ പെട്ടിക്കടല്ലേ, തവിട് പൊടിയാക്കി ഇടിച്ചാണ്ട് കയറ്റി കൊടുത്ത്. സൈഡ് കൊടുത്താണെങ്കിൽ പോട്ടെ, ഭാഗ്യത്തിന് ആളപായൊന്നും ഉണ്ടായില്ല. ആ പെട്ടിക്കടക്കാരന് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? അത് കള്ള പടുക്കൂസ് കൊടുക്കോ? പെട്ടിക്കടക്കാരന് ഒരുപാട് രൂപ കൊടുക്കേണ്ടി വരുമോ? എനിക്കൊന്നും അറിയില്ല. നാളെ മുരളി എന്ന് സംസാരിച്ചു നോക്ക്. ആ എരണം കെട്ട സുവർ പപ്പനെ കൂടെ കൊണ്ട് നടന്നാൽ അമ്മാതിരി ഓരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആകെ പുലിവാലായല്ലോ. ആയല്ലോ. ആ മാന്യൻ എവിടെ? ഏത് മാന്യൻ? 8000 ചില്ലാനം രൂപ ഞാൻ ആ പെട്ടിക്കടക്കാരന് കൊടുത്തിട്ട് വരിക. കുറെ ചീത്തയും കിട്ടു. ആ കണ്ണുകൂട്ടനെ ബസിന്റെ അകത്ത്. ഓഹോ, സുഖിച്ചിരിക്കാണല്ലേ ഇവിടെ? താൻ എവിടുത്തെ മിലിറ്ററി ഡ്രൈവറാണോ? കുന്നിലും മലയിലും വണ്ടി ഓടിച്ച് പ്രഗത്ഭനാണത്രേ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ മുതലാളി. മിണ്ടി പോരുത്. എടോ, തന്റെ കണ്ണ് കണ്ടാൽ അറിയാം തനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന്. എടോ, മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശായത് അറിയോ? ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടിയെടുത്ത് തന്റെ കണ്ണും ചൂഴ്ന്നെടുത്ത് തന്നെ. അറിയോ? തന്റെ പേരെന്താ? ചാത്തുട്ടിന്ന്. താൻ ചാത്തൂട്ടിയല്ല, താൻ പോത്തൂട്ടിയാ. എന്നെ തൊലയ്ക്കാൻ വേണ്ടിട്ട് എന്റെ ചെറിയ ഏട്ടൻ ഇയാൾ എന്റെ തലയെ കെട്ടി വെച്ചിരിക്കുക. എടോ, 8000-ഓളം രൂപ ഒരുത്തന്റെ തലയ്ക്ക് ഒഴിഞ്ഞിട്ടേച്ച് വരിക. ചെറിയേട്ടന്റെ ആളായതുകൊണ്ട് ഇയാളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു തൊഴിലാളിയാണ്. ഒരു തൊഴിലാളിയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം. ഇനി ഇങ്ങനെ വല്ലതും നടന്നാൽ അതോടെ തന്നെ കൊന്നുകളയും. എല്ലാവരുമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? അങ്കിൾ, രണ്ടുപേരും അങ്കിളിനെ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരെന്നറിയില്ല. ബസിന്റെ പാസിനായിരിക്കും. മരെ കൊണ്ട് തോറ്റു. ആരാ? ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണർ അല്ലേ? അതെ. പാസിന്റെ കാര്യത്തിനാണെങ്കിൽ ഓഫീസിൽ വരണം. പാസോ? പാസിന് വേണ്ടി ഓണർമാരെ ഞങ്ങൾ ഇന്ന് കാണാറില്ല. ഓണർമാരെ ഞങ്ങൾ അന്വേഷിക്കാറുള്ളൂ. ഒന്ന് ഇറങ്ങി വരണം മിസ്റ്റർ. ഇറങ്ങി വരാനോ? ഓഹോ.
ഇങ്ങോട്ട് വരണം. ഏ ഗൾഫിലായിരുന്നല്ലേ? അതെ. ആ അതുകൊണ്ട് ചിലപ്പോ പ്രഭാകരൻ സാറിനെ പറ്റി കേട്ട് കാണില്ല. KBTUവിന്റെ താലൂക്ക് സെക്രട്ടറി. KBTU എന്ന് വെച്ചാ? കേരള ബസ് തൊഴിലാളി യൂണിയൻ. ഓ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നപ്പോഴാണ് വിവരം അറിഞ്ഞത്. മൂരാച്ചികളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരം അല്പം കൂടുതലായിരിക്കും എന്നറിയാം. പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധിയുള്ള തൊഴിലാളികളുടെ നാട്ടിൽ കൂടി ബസ് ഓടിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്താ ഇപ്പൊ പ്രശ്നം? ഇന്നത്തെ തൊഴിലാളി ആത്മാഭിമാനമുള്ളവനാണ്. അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? നിങ്ങളുടെ ഡ്രൈവർ ചാത്തുട്ടി അത്തരത്തിലൊരു തൊഴിലാളിയാണ്. അയാളെ നിങ്ങൾ കണ്ണുപൊട്ടനെന്ന് വിളിച്ചു. ഇനി വല്ല അപകടം ഉണ്ടായാൽ അയാളെ കുന്നുകളെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി. ആരാ നിങ്ങൾ? യമധർമ്മനോ? റോഡിൽ ഓടുന്ന വണ്ടി ചിലപ്പോൾ മറിയും, ചിലപ്പോൾ ഇടിക്കും എന്ന് വെച്ചൊരു തൊഴിലാളി അവമാനിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നത്? ആ അത് ശരി. അപ്പൊ ഞാൻ പെട്ടിക്കടക്കാരന് കൊടുത്ത 8000 രൂപയോ? നിർത്താം ഹേ നിങ്ങളുടെ രൂപ. എല്ലാ ബൂർഷ്വാസിയും അവന്റെ രൂപം കൊണ്ടാണ് മനുഷ്യത്വത്തെ അളക്കുന്നത്. ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണെന്ന് നിങ്ങൾ അറിയും. അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ. ആരാ നീ ഇപ്പൊ അവമാനിച്ചത്? എന്താ എനിക്ക് എന്റെ ആവശ്യം? നേതാക്കന്മാരെ വെറുപ്പിച്ച് അവന് ബസ്സോടില്ല. മന്ത്രിമാര് പോലും പേടിക്കുന്ന തൊഴിലാളി നേതാവാ പ്രഭാകരൻ. ആ ചേട്ടൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ബസ് കയറ്റി കട പൊളിച്ചതിന് 8000 രൂപ കൊടുത്തത് ഞാനാ. അതിന് ഞാൻ ആ ഡ്രൈവറെ ഒന്ന് ദേഷ്യപ്പെട്ടു പോയി. അതാ കുഴപ്പം. തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തുന്നത്. നമുക്ക് ദേഷ്യം വരരുത്. അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത്. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. മനസ്സിലായോ? ചാത്തുക്കുട്ടി ചേട്ടാ നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് ചാത്തുക്കുട്ടി ചേട്ടാ പേപ്പറിലെ വിശേഷങ്ങള്? ചാത്തുക്കുട്ടി ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു? ഇത്രയും ദിവസമായിട്ട് ചാത്തുക്കുട്ടി ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെ ഉണ്ട്, എത്ര കുട്ടികളുണ്ട്? എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത്? അവര് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ. ഹംസ, വത്സ, എന്തൊക്കെയുണ്ട്? പിന്നെ നിങ്ങളുടെ ഊണ്, കാപ്പി, ചായ ഇതിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത്. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം. നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം. ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ദയവ് തന്നെ ഒരു മുതലാളിയായിട്ട് കാണരുത്. അയ്യോ അത് പറ്റില്ല. മുതലാളി ഞങ്ങളുടെ ദൈവമല്ലേ. എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിന് വീട്ടിൽ തൂക്കാൻ. അയ്യോ, നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരോ പറഞ്ഞിട്ടുണ്ട്. അത് സമയമായിട്ടും പോകാത്തെന്താ? അയ്യോ സോറി കേട്ടോ. അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു അല്ലേ? അപ്പം പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ? ഞാൻ വെച്ചോളാം എന്നാട്ടെ. ഓക്കെ കയറിയാട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് മുതലാളിയാ. ഹംസേ, നമ്മുടെ വത്സ നല്ല മിടുക്കനല്ലേ? വലിയ മോശം പറഞ്ഞൂടാ. അങ്ങനെയല്ല. അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന്റെ അടുത്തുള്ള പെരുമാറ്റവും കണ്ടക്ടേഴ്സ് ആയാലും ഇങ്ങനെ വേണം. അല്ല ബ്രേക്ക് ഇൻസ്പെക്ടർ. അത് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലാന്ന് അവര് തോന്നിയ മാതിരിയല്ലേ ഇതൊക്കെ ചാർജ് ചെയ്യാ. എന്താ പ്രശ്നം? വത്സ ആ കടലാസ് അങ്ങോട്ട് എടുത്തോ. ബ്രേക്ക് ഇൻസ്പെക്ടർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ട്രിപ്പ് ഓടുമ്പോ പിടിക്കുന്നത് കഷ്ടാ. ബസ് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻസ്പെക്ടറെ പോയി കണ്ടില്ലേ? ഇല്ല, ഞാൻ ഓർത്തില്ല. പിന്നെ നിങ്ങൾ എന്തോർത്തിരിക്കുന്നു? വേൻ ചെല്ലു, മൂപ്പർക്ക് ചൂടാവേണ്ടേനി. പുതിയ ആളാ, വലിയ കടുംപിടുത്തക്കാരനെന്നാ കേട്ടത്. അതിന് നമുക്കെന്താ പ്രശ്നം? നമ്മുടെ ബസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ പേടിക്കാൻ? എന്നാ മുതലാളിയും കൂടെ. ഓക്കെ, ഞാനും വരാം. ഓണർ എന്ന് പറയുമ്പം ഒരു റെസ്പെക്ട് ഉണ്ടാവൂല്ലേ? പിന്നെ ഈ ഓണർമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ല ബന്ധമായിരിക്കണം. ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ഞാൻ ഉണ്ടാവില്ലല്ലോ. ഓക്കെ. മുരളീധരൻ, വെരി ഗ്ലാഡ് ടു മീറ്റ്. RCM CL ഒക്കെ മുരളീധരൻ. എത്രയാ ടൈം? ടൈം ഈസ് 10:30 സാർ. സോറി, എന്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ്. സാറിന്റെ എത്രയായി? സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടേണ്ട ടൈമാ ചോദിച്ചത്. 10 മണിയാണ് സാർ.
എത്ര ആളുണ്ട് ബസ്സിൽ? ഒരു 40, 45, 50 പേരുണ്ടാവും സാർ. സ്റ്റാൻഡിങ് എത്ര? എല്ലാം കൂടെ ചേർത്താണ് സാർ. അതല്ല, കൂടുതലുണ്ടല്ലോ. ഇല്ല സാർ. ഉണ്ടെങ്കിൽ 65-ൽ കുറയാതെ ഉണ്ട്. ചിലപ്പോ അപ്പൊ ആദ്യം പറഞ്ഞത് നുണ അല്ലേ? കണ്ടീഷൻ മോശമായി ഇതുപോലുള്ള ഒരു ബസ്സിൽ ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. സാർ, പുതിയ ബസ്സിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. അറിയും. ഐ ആം ഗൾഫ് മോട്ടോഴ്സ്. അല്ല, ഓണർ ഓഫ് ദ ഗൾഫ് മോട്ടോർ. ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദ റൂൾസ്. ടൈം ഷെഡ്യൂൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ പാർട്ടി പെർമിറ്റ്? അത് നോൺസെൻസ്. കുറെ ആളെയും കയറ്റി ടിക്കറ്റും കൊടുത്ത് അങ്ങ് ഓടുകയാണല്ലേ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി, പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസും. നോ, ഞാൻ സമ്മതിക്കില്ല. സാർ, ഒക്കെ ശരിയാക്കാം സാർ. സാർ, പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു സാർ. അപ്പൊ NRE അക്കൗണ്ടിൽ എനിക്ക് കേൾക്കണ്ട. രൂപ ടയറൊന്നും റീസോൾവ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു വണ്ടി ഓടിയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മെഡിസിൻസ് ഉണ്ടോ? ഉണ്ട് സാർ. നല്ല വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലെറ്റ് മീ സീ ഇറ്റ്. മുറിവിൽ മരുന്ന് പറ്റണം. രൂപയ്ക്കാ 50-100 കൊടുത്ത് ഒഴിവാക്ക്. ഇല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചാർജ് ചെയ്യും. കണ്ടക്ടർ സാർ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കൂ. സാർ, മെഡിസിൻ കാണും സാർ. തുറക്കാനാ പറഞ്ഞത്. തുറക്കൂ. ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ, ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ, അതെ സാർ. തൽക്കാലം ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ വാങ്ങിച്ച് വെക്കാന്ന് കരുതിയാ. തൽക്കാലം സാർ ഇത് വെക്കണം. പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ. പ്ലീസ് പ്ലീസ്. എന്താണോ ഇത്? ഇത് എന്താന്നാ ചോദിച്ചത്? ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ. വാട്ട് യു മീൻ? ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു. ഇറ്റ് ഈസ് an insult to all government officials. It is an insult to my department. My dear man, I am not going to leave you. സാർ, സാർ, ഞാൻ Conductor, സാർ. this vehicle shall not be used in a public place until the vehicle has been passed as fit for use by the authority competent. Okay? സാർ. ആളുകൾ ഇറക്കി വിട്ടോളൂ. Take this vehicle to my office at a speed not exceeding 15 kilometers per hour. ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ഒരു അബദ്ധം പറ്റിപ്പോയതാ. I don't want to talk to you. I won't allow anybody to violate the rules. Come on. മറ്റു ചാർജുകൾ എഴുതി തരാം. Come on. കൈക്കൂലി കൊടുത്തതാണ് അബദ്ധമായത്. ഈ ദ്രോഹിയുടെ വാക്ക് വിട്ട് പിന്നെ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ. നിന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ലെറ്റർ വാങ്ങി വരൂ, വണ്ടി ഫിറ്റ് ആണെന്ന്. എന്നിട്ട് ഞാൻ വന്ന് പരിശോധിക്കാം. സാർ, ഇന്നേക്ക് 3 ദിവസമായി വണ്ടി ഓടിയിട്ട്. ടാക്സ് അടയ്ക്കേണ്ട തീയതി. മിസ്റ്റർ, പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ്. ടെമ്പററി പെർമിറ്റ് ഉള്ള ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ. പോണം. എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ പിന്നെ പോകാനാ പറഞ്ഞത്. സാർ, പോകാൻ പറഞ്ഞ സാർ, ഞാൻ ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണറാണ്, മുരളീധരൻ. സാർ, ഞാൻ 7 കൊല്ലം ഞാൻ 7 കൊല്ലം ഗൾഫിലായിരുന്നു. അവിടുത്തെ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത്. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു പൊളിച്ചു. ആ വകുപ്പിൽ ഒരു 8000-ഓളം രൂപ എനിക്ക് നഷ്ടമായി. ഞാൻ ആ ദേഷ്യത്തിന് ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു. അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ 7 കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല സാർ. അതേ ഡ്രൈവർ നിരപരാധിയെ എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ. ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു. സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു. അതിലെനിക്ക് വിഷമമുണ്ട് സാർ. പ്ലീസ് സാർ. എടോ, തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. RTO ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ആ ധാരണ തെറ്റാണ്. തന്റെ 50 രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. തനിക്കറിയാമോ, എന്റെ വീട്ടിൽ TV ഉണ്ട്, VCR ഉണ്ട്, പൂന്തോട്ടമുണ്ട്. ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ 3 എണ്ണം, അൽസേഷൻ പട്ടികൾ, നന്നായി കുരക്കുന്ന അൽസേഷൻ പട്ടികൾ 5 എണ്ണം. ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം 150 രൂപ വേണം ദിവസവും. തന്റെ ഈ 50 രൂപയുണ്ടല്ലോ, എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തികയില്ല. എല്ലാം ശരിയാണ് സാർ. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും.
സാർ ഞാൻ ഫൈൻ കെട്ടാം സാർ, ടയർ മാറ്റാം സാർ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആധുനിക മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ. സാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്ലീസ് സാർ, പ്ലീസ്. ആദ്യമായിട്ടായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടാം. പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോളൂ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് കളിച്ചവരാരും അവന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് ബസ്സിറക്കിയിട്ടില്ല. ഇല്ല സാർ. ഫൈൻ അടച്ചിട്ട് പോയിക്കോളൂ. ബട്ട് ഹിയർ ആഫ്റ്റർ എവറിത്തിങ് ഷുഡ് ബി ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. ഓക്കെ? കംപ്ലീറ്റ് പെർഫെക്റ്റ്. സാർ എന്റെ RC ബുക്ക് ഇതോ ഇരിക്കുന്ന ആ ചുവപ്പ്. താങ്ക് യു സാർ. സക്സസ് സക്സസ്. ചാത്തുക്കുട്ടി വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. ടൈമായി, ഞാൻ ഫൈൻ അടച്ചിട്ട് അങ്ങ് വന്നേക്കാം. വത്സ വത്സ RC ബുക്ക്. അല്ല മുതലാളി എങ്ങനെ ഒപ്പിച്ചു മുതലാളി? അതൊക്കെ ഒപ്പിച്ചിടോ. എനിക്കറിയാവുന്ന മുതലാളി എങ്ങനെയെങ്കിലും ഒപ്പിക്കും. ഞാൻ സാറ് പുതിയ ഓണർ ആയതുകൊണ്ട് ഗോവിന്ദൻ നായർ അറിയില്ല. ആവൽ ബാന്ധവൻ ഗോവിന്ദൻ നായർ. ഈ സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെയായി നിരവധി സ്പെയർ പാർട്സുകളുടെ ഒരു മിനി ഗോഡൌണാണ് സാർ ഈ ഗോവിന്ദൻ നായർ. സാറിന്റെ ബസ് അങ്ങേയറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ്. എന്ത് കുഴപ്പം? അടിമുടി കുഴപ്പം. സെൻട്രൽ ബോൾട്ടിന്റെ അലൈൻമെന്റ് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത്. എന്റെ ബസ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇൻസൾട്ടിങ് അല്ല സാർ, സത്യമാണ് സാർ പറയുന്നത്. അല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടെങ്കിലോ? അങ്ങനെ പറയും സാർ. എല്ലാത്തിനും ഹാഫ് പ്രൈസ് മതി സാർ. സാറിന്റെ ബസ് ഏത് നിമിഷം അന്ത്യശ്വാസം വരും. ഇയാൾക്ക് എന്തോ നിന്റെ അസുഖമല്ല സാർ, സത്യമാണ് സാർ. എനിക്കൊരു കുന്തവും കേൾക്കണ്ട സാർ. ഹാഫ് പ്രൈസ്. ഇയാൾ ആളെ ഒന്ന് വിടന്നേ സാർ. പകുതി വില. ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തിൽക്കണമെന്നു. മുരളേട്ട എവിടെ ആയിരുന്നു? ഞാൻ കുറച്ച് തിരക്കില്ല, നീ പോയിട്ട് പിന്നെ വാ. മുരളേട്ടാ, നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു. 1-2 ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ. അതിന് എനിക്ക് ബസ്സിൽ എന്തെങ്കിലും ഒരു പണി. ബസ്സിൽ ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ. വല്ലപ്പോഴും ബസ് കഴുകുന്ന പണി നോക്കട്ടെ. ഹംസ ലീവ് എടുക്കുമ്പോ പറയാം. ഇവിടെ പണിയിട്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ചു വീണു. ആളുകൾ ബസ് ഇറങ്ങി വെച്ചിരിക്കുക. അവിടെ ആകെ പ്രശ്നം. മുതലാളി വേഗം കൂടി ചെല്ല്, വേഗം ചെല്ലുന്നേ. കൂടി അടിക്കല് ആ ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോ ഓടിപ്പോയി. ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ. ഈ ബസ് കൊണ്ടുണ്ടായ എന്ത് അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ ആ സ്ത്രീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. അവരപ്പോ തന്നെ ആസ്പത്രി കൊണ്ടുപോയി. എവിടുന്ന് കിട്ടിയോടാ തനിക്ക് തല്ലിപ്പൊളി ബസ്? ആ തല്ലിപ്പൊളി ബസ്സൊക്കെയാണ്. ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ വരും. ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഈ പാവം മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. തനിക്ക് കിട്ടും. ആ ശരി, ഡ്രൈവർ ഓർഡർ മാറ്റാം. മാറ്റാം. ഒന്ന് ഞാൻ ഒരു വഴി നോക്കണം.